അയ്യോ, നിശ്ചയമായും ഇവിടെ വന്നപ്പം നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജനങ്ങളുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അവരുടെ വിഷയം എന്താണെന്നറിയാം. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത 24 മണിക്കൂർ പിന്നിടുമ്പോൾ ശരിയായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർ അവരുടെ നിത്യജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തന്നെയാണ് പ്രധാനമായും കാണുന്നത്. നമ്മളീ പറയുന്ന ട്രോളി വിവാദമോ നമ്മളീ പറയുന്ന സന്ദീപ് വാര്യരോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കപ്പുറം അവർ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട്, അവർക്ക് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ മേളിൽ തന്നെയായിരിക്കും ഈ ജനത വോട്ട് ചെയ്യുക എന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സ്മൃതി ഒരു തവണ ഇവിടെ വന്നു പോയതാണ്. ഇന്നിപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ മുക്കിലും മൂലയിലും പോയി നമ്മുടെ മെഗാ ലൈവത്തോളുമായി നമ്മുടെ ഇലക്ഷൻ ബസ്സുമായി പോയി. എന്താണ് പൊളിറ്റിക്കൽ പൾസ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മുഴുവൻ നേതാക്കളും ബസ്സിലേക്ക് വന്ന് നേതാക്കളോട് സംസാരിക്കായിരുന്നു. അതുപോലെ നമ്മുടെ വിവാദ വിഷയങ്ങളിലാണ് അവരും പ്രതികരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുകളിലേക്ക് പോകുമ്പോഴൊക്കെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കർഷകരുടെ പ്രശ്നം പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ. അതുപോലെ PSC നിയമനവും ബന്ധപ്പെട്ട് യുവാക്കൾ പറയുന്നുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് പ്രതിഫലിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉന്നയിക്കുന്ന വിവാദ വിഷയങ്ങൾ, ട്രോളി വിവാദത്തിൻ്റെ ഘട്ടത്തിലാണ് ഞാനിവിടെ വന്നിരുന്നത്. അപ്പോൾ ആ വിഷയം ഇങ്ങനെ അങ്ങോട്ട് പരസ്പരം ആരോപണം പ്രത്യാരോപണം, കാണുന്നവർക്ക് ആ സമയത്തൊരു ആവേശം എന്നതിലപ്പുറം അതിലപ്പുറത്തേക്ക് അതിന് പ്രാധാന്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇല്ല, അതിനെക്കാട്ടപ്പുറം അതിൽ ഉന്നയിച്ച ആരോപണങ്ങൾ കടന്നു ചെന്ന് പിന്നെ ഏതെങ്കിലും രൂപത്തിൽ പേഴ്സണൽ അറ്റാക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുക. ഓക്കെ സുജയ്, നോക്കൂ, ഇനി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത്രയും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. നാളെ 6 മണിയോടുകൂടി കൊട്ടിക്കലാശമാണ്. പാലക്കാട് തിരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകളെ കൃത്യമായും വോട്ടർമാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? വോട്ടർമാർ ഇതിനകം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിനായിട്ട് 20-ാം തീയതി രാവിലെ പോളിംഗ് ബൂത്തുകൾ ഓപ്പൺ ആവാൻ അവർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ കൂടുതൽ വോട്ട് കിട്ടും എന്നൊക്കെയുള്ളത് ഒരു മിഥ്യാധാരണയാണ്. അവസാന നിമിഷത്തിലെ ആ സർജിക്കൽ സ്ട്രൈക്കൊക്കെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വോട്ടർമാർ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പാലക്കാടിന്റെ മണ്ണിൽ നിന്നാണ് പറയുന്നത്. പാലക്കാട്ടുകാർക്ക് അറിയാം, പാലക്കാടിനെ അറിയുന്നത് ആരാണ്, പാലക്കാടിന് വേണ്ടി നിൽക്കുന്നത് ആരാണ് എന്നതൊക്കെ അറിയാവുന്ന പാലക്കാട്ടുകാർ ആ ഒരു തീരുമാനമെടുക്കും. അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാൻ, ഏതൊക്കെ തരത്തിൽ വോട്ടുകൾ ചിതറിയെടുത്ത് കൊണ്ടുപോകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് കൊടുക്കാൻ, അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ട് വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ പാലക്കാട്ടെ വോട്ടർമാർ ഒരു ധീരമായ തീരുമാനമെടുക്കും. ആന്റോ, നോക്കൂ, ആദ്യം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം വലിയൊരു അപ്പർ ഹാൻഡ് കോൺഗ്രസിന് കിട്ടിയെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് കത്ത് വിവാദം വരുന്നത്. സരിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നത്. തുടർന്ന് ട്രോളി വിവാദമുണ്ടാവുന്നു. അതിനുശേഷം സ്പിരിറ്റുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നു. അതിനുശേഷം വ്യാജ വോട്ടാരോപണ വിഷയമുണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് ഒരു ഫാക്ടറായിട്ട് മാറുന്നു. പക്ഷേ അടിസ്ഥാനമായി പാലക്കാട്ടെ വോട്ടർമാർക്ക് നല്ല റോഡ് വേണം, നല്ല വെള്ളം വേണം, അവർക്ക് നല്ല ടൗൺ ഹാൾ വേണം, അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണം, ആശുപത്രി വേണം, ഇപ്പോഴും യാഥാർത്ഥ്യമാവാത്ത ഡിജിറ്റലൈസേഷൻ മൊയിൻ സ്കൂളിന് വേണം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പാലക്കാട് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. ഇനി 24 മണിക്കൂറില്ല. വോട്ടർമാർക്ക് അവരുടെ വിഷയങ്ങൾ തിരിച്ചറിയാൻ ഈ ചർച്ചകൾ സഹായിച്ചിട്ടുണ്ടോ ആൻഡ്രൂ? അല്ല അരുൺ, കടുത്ത ത്രികോണ മത്സരമാണെന്നുള്ളത് നമുക്കൊരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. കാരണം അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2700ഓളം വോട്ടാണ് വ്യാജ വോട്ട് LDF പറയുന്നത്. അത് വലിയൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ പറഞ്ഞ നെൽകർഷകരുടെ പ്രശ്നമാണെങ്കിലും, ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണെങ്കിലും, ഈ പറഞ്ഞ ടൗൺ ഹാളിൻ്റെ പ്രശ്നമാണെങ്കിലും, ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നമാണെങ്കിലും ഒരു കാര്യങ്ങളും പാലക്കാട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രോളി വിവാദത്തിൻ്റെ അകത്തും ഈ കത്ത് വിവാദത്തിൻ്റെ അകത്തും ഈ വ്യാജ വോട്ടിൻ്റെ വിവാദത്തിൻ്റെ അകത്തൊക്കെ കഴിഞ്ഞ ഒരു 20-25 ദിവസമായിട്ട് മാത്രമാണ് ചർച്ച ചെയ്തത്. സ്ഥാനാർത്ഥികളോട് പോലും മാധ്യമപ്രവർത്തകർ പോയി ചോദിക്കുന്ന വിവാദത്തെക്കുറിച്ചിട്ടാണ്. ജനങ്ങളുടെ പ്രശ്നത്തെ കാര്യം ചർച്ച ചെയ്യുന്നില്ല. ഉദാഹരണം പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു കാര്യം എന്താണ്, 3 സ്ഥാനാർത്ഥിയിലും ഫെമിലിയറാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. സരിനാണെങ്കിലും, ഈ പറഞ്ഞ രാഹുൽ മാങ്കുടത്തിലാണെങ്കിലും, ഈ പറഞ്ഞ നമ്മുടെ സി കൃഷ്ണകുമാറാണെങ്കിലും. സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹം ഭരിച്ചിട്ടുള്ളതാണ്, BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. രാഹുൽ മാങ്കുടത്തിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഷാഫി പറമ്പിൻ്റെ ബാക്കപ്പ് അദ്ദേഹത്തിനുണ്ട്. സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങോട്ട് കിട്ടിയ LDFിലേക്ക് വന്നപ്പോൾ കിട്ടിയ മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിക്കും അപ്പുറയാണെന്നാണ് പറയുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു ചലനം സത്യം പറഞ്ഞാൽ ഒരു ഇളക്കി മറിച്ചിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തെ. ആ
പാലക്കാട് ഇളക്കി പറിച്ച മണ്ഡലത്തെ ജനങ്ങൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത്. അതിലേക്ക് എത്താൻ ഇനി അധികം ദിവസമല്ല, 24 മണിക്കൂറേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്ത് വിവാദം നടന്നാലും ആദ്യം തുടങ്ങി അവസാനം വരെ നടക്കുന്ന എല്ലാ വിവാദങ്ങളും നടക്കുമ്പോൾ പോലും ആരും അതനുസരിച്ച് വോട്ട് ചെയ്യാൻ വിചാരിക്കുന്നില്ല. മെഡിക്കൽ കോളേജിൽ പോയി പ്രശ്നം അനുഭവിച്ച ഒരാളെങ്കിലും ഉണ്ടാവും, ഈ നെല്ലിൻ്റെ താങ്ങുവില കിട്ടാത്ത ഒരാളെങ്കിലും ഉണ്ടാവും, ഈ ടൗൺ ഹാൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളെങ്കിലും ഉണ്ടാവും, ഈ കുഴിയാടാത്ത ഒരാളെങ്കിലും ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാലക്കാടത്തെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അവർക്ക് നല്ല രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ 2800 വോട്ട് വ്യാജ വോട്ടൊക്കെ വളരെയധികം സ്വാധീനിക്കാൻ പോകുന്ന മണ്ഡലമായിരിക്കും ഇത്. കടുത്ത ത്രികോണ മത്സരമായിരിക്കും പാലക്കാട് സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. റൈറ്റ്, ഓക്കെ.